കോഴിക്കോട് പേരാമ്പ്രയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് കോൺഗ്രസിന്റെ പ്രകടനം. പേരാമ്പ്ര നഗരത്തിലാണ് ആക്രമണം അഴിച്ചുവിട്ട് പ്രകടനം നടന്നത്. പോലീസുകാർക്കുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. പേരാമ്പ്രയിൽ ലാത്തിചാർജ് നടന്നിട്ടില്ലെന്ന് റൂറൽ SP വ്യക്തമാക്കി. CKG ഗവൺമെന്റ് കോളേജിലെ SFI വിജയത്തിന് പിന്നാലെ വ്യാപക അക്രമം പേരാമ്പ്രയിൽ UDSFിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. നഗരത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ച UDF രാവിലെ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് LDFിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അതിനു പിന്നാലെയാണ് ഹർത്താൽ അനുകൂലികൾ പേരാമ്പ്രയിൽ പ്രകടനം നടത്തിയത്. 5 മണിക്ക് തുടങ്ങിയ പ്രകടനം ഷാഫി പറമ്പിൽ വരുന്നതുവരെ തുടരാൻ ആയിരുന്നു UDF പ്രവർത്തകരുടെ നീക്കം. അതിനു പിന്നാലെയാണ് പോലീസിന് നേരെ വ്യാപക കല്ലേറുണ്ടാകുന്നത്. വടകര DYSP ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ഷാഫി പറമ്പിൽ MP എത്തിയതിന് പിന്നാലെയാണ് പ്രകടനം സംഘർഷത്തിലേക്ക് കടന്നത്. പേരാമ്പ്രയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള നീക്കമാണ് ഷാഫി പറമ്പിൽ നടത്തിയത് എന്നും കോൺഗ്രസ് അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറഞ്ഞു. വടകര MP അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പേരാമ്പ്രയിലെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പോലീസുമായിട്ടുള്ള കയ്യേറ്റവും അതിൻ്റെ ഭാഗമായി ഇവിടെ സമാധാന ലംഘനവും അതേപോലെ തന്നെ അരക്ഷിതാവസ്ഥയും ഉണ്ടെന്ന് വരുത്തി തീർക്കാനുമുള്ള പ്രവർത്തനത്തെ ജനം തിരിച്ചറിയുമെന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF പ്രവർത്തകർ വലിയ തരത്തിൽ പ്രകോപനം സൃഷ്ടിച്ചും ലാത്തിചാർജ് നടത്തിയിട്ടില്ല എന്നതാണ് റൂറൽ SP നൽകുന്ന വിശദീകരണം. കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ടെന്നും റൂറൽ SP വ്യക്തമാക്കി. വീഡിയോയില് എല്ലാം ഇപ്പൊ CCTV എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം വീഡിയോയില് കാണാം. അവര് പോലീസിനെയാണ് തള്ളി മറിച്ചിടാൻ വേണ്ടി നോക്കുന്നത്. നാടിനെ കലാപഭൂമിയാക്കുന്ന ജനപ്രതിനിധിയോട് പിന്മാറാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാണമെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫും ആവശ്യപ്പെട്ടു. പിന്നാലെ കോഴിക്കോട് നടന്ന പ്രതിഷേധ പ്രകടനത്തിലും UDF പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ആക്രമണത്തിന്റെ പേര് പറഞ്ഞ് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് UDF ആഹ്വാനം. കൈരളി ന്യൂസ്, കോഴിക്കോട്.